സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്ക് അനുസൃതമായി തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം ആരംഭിച്ചു. കോസ്മെറ്റോളജി, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ 2 കോഴ്സുകളാണ് നൈപുണി വികസന കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. 51 കുട്ടികൾ ഇതിനോടകം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. 21.5 ലക്ഷം രൂപയാണ് കേന്ദ്രത്തിനായി ചെലവഴിച്ചത്. വിദ്യാലയത്തിലെ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇ.ടി. ടൈസൺ MLA നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗം PK സുകന്യ, പ്രിൻസിപ്പൽ ഇൻചാർജ് KC പ്രത്യൂഷ, SSK DPC Dr. NJ ബിനോയ്, മതിലകം BRC BPC NC പ്രശാന്ത്, PTA പ്രസിഡന്റ് KP ഷാജി, SMC ചെയർമാൻ TM അനീഷ്, MPTA പ്രസിഡന്റ് CS ശ്രീകല, വൈസ് പ്രിൻസിപ്പാൾ VV സായ, VHSC പ്രിൻസിപ്പാൾ M മായാദേവി, പൂർവ്വ അധ്യാപക സംഘടനാ കോർഡിനേറ്റർ KB ബീന, LP പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി, SDC കോർഡിനേറ്റർ അരുൺ സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ +2 വിഭാഗം NSS യൂണിറ്റ് നിർധന വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിനായി സമാഹരിച്ച 75,000 രൂപ പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിക്ക് കൈമാറി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ലവണ്ണം വർത്തമാനം പറഞ്ഞ ആളുകളാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ആളുകളാണ്. നിങ്ങൾ പഠിക്കുന്ന പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലിക്ക് വേണ്ടിയാണ്. ഇവിടെ തന്നെ 2 പ്രധാനപ്പെട്ട ജോലികൾ ഇതിനോട് അനുബന്ധിച്ച് കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഒന്ന്, നമുക്ക് പുതിയ രീതിയിലുള്ള തൊഴിൽ കിട്ടാനുള്ള നല്ല സാധ്യതയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്, അതുപോലെ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സാധ്യതയുള്ള കോഴ്സാണ്. ഇനി കോഴ്സുകളൊക്കെ നാളെ നമുക്ക് മാറ്റാം. എന്തായാലും ഒരു പുതിയ രീതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സന്തോഷം. റിസൾട്ട് SSLC 100%. ഒപ്പം തന്നെ +2 BSc കാര്യത്തിലും നല്ലപോലെ മുമ്പിൽ പോകാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു ടീമായിട്ടുള്ള വർക്കാണ് അല്ലെ. ആ ടീം വർക്ക് നടത്തുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ, അതിന്റെ MPTA സംവിധാനങ്ങൾ എല്ലാവരെയും